രണ്ടാഴ്ച മുമ്പ് ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നീ നാളെ തരാന്ന് പറഞ്ഞു. അല്ല സാറേ, ഞാൻ തിരക്കിലാണ് സാർ. പിന്നെ നീ എൻ്റെ ഫോൺ എടുത്തിട്ടേ ഇല്ല. സാറേ, ഞാൻ മനഃപൂർവ്വം എടുക്കാത്തല്ല സാറേ. ഇപ്പൊ വേറൊരാളുടെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോൾ നീ എടുത്ത്. ഞാൻ തിരിച്ചു വിളിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അല്ല, നിന്റെ ആവശ്യം കഴിഞ്ഞല്ലോ അല്ലേ? അല്ല, അങ്ങനെ പറയല്ലേ സാറേ. ഇനി ഞാൻ നിന്നെ വിളിക്കില്ല കേട്ടാ. സാറേ അത് ഞാൻ നോക്കിയോളാം. 2 ദിവസം സാറേ, ഞാൻ വിളിക്കാം സാറേ. അങ്ങോട്ട് മാറിക്കട അങ്ങോട്ട്. മാറിയില്ല വണ്ടി വെച്ചിട്ടേ വാ, ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വാടോ. 500 രൂപ. സാറേ, ഹെൽമെറ്റ്. എന്താടോ, ഹെൽമെറ്റ് ഒന്നും വേണ്ടേ? വേണ്ടേന്ന്. സാറ്, കഴിഞ്ഞ മഴയ്ക്ക് നനഞ്ഞു പോയി. വേറെ ഒരെണ്ണം വാങ്ങിച്ചു വെക്കണം. ഉപയോഗമുള്ള സാധനമല്ലേ? അങ്ങനെയൊക്കെയല്ലേ നിയമം. അതിന്റെ പുറകിൽ വേറെ ആൾക്കിരുന്ന് പോകാനുള്ളതല്ലേ? ഓ സാർ. 500 രൂപ. സാർ, 500. ക്യാഷ് ഇല്ല, ഞാൻ കോടതിയിൽ അടച്ചോളാം. ഇതിന്റെ ഇൻഷുറൻസിന്റെ ഡേറ്റ് ഒക്കെ തീർന്നിരിക്കാണല്ലോ. അയ്യോ സാറേ, ഞാൻ രണ്ടും കൂടെ കോടതിയിൽ അടയ്ക്കാം. കോടതിയിൽ ആരുടെ തന്റെ തന്തിരിപ്പുണ്ടോ? സാർ, മര്യാദയ്ക്ക് സംസാരിക്കണം. ട്രാഫിക് നിയമം തെറ്റിച്ച് സ്കൂട്ടർ ഓടിച്ച താനാണ് എന്നെ മര്യാദ പഠിപ്പിക്കണം. സുധി, ഇയാളുടെ വണ്ടി സ്റ്റേഷനിലേക്ക് അവന്റെ. അയ്യോ സാർ, വണ്ടി ഞാൻ മറന്നൊരു. എന്താടോ ഇത്? താനത്ര പ്രായമൊക്കെ ഉള്ള ആളല്ലേ? സാറേ, സുഖമില്ലാത്ത മരുന്ന് കഴിക്കുന്നു. നെഞ്ചുവേദന ആയിരിക്കും അല്ലേ? ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. താനത് മാറ്റി പിടിക്കുക. ഞാൻ നുണ പറയില്ല സാർ. സാർ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുക സാർ. സാർ, വണ്ടി ഇല്ല, ജീവിക്കാൻ പറ്റില്ല സാർ. അതുകൊണ്ട് അപ്പൊ താൻ വണ്ടിയും കൊണ്ടേ പോവുള്ളൂ അല്ലേ? പ്ലീസ് സഹായിക്കണം. എന്നൊരു കാര്യം ചെയ്, ഒരു 3 ഏത്തോട്ടിട്ട് പോയി. സാറ് പറയുന്ന കേട്ടാ വണ്ടി കൊണ്ടുപോവാ. സാർ ഞങ്ങളവിടെ പോയിരുന്നു സാർ. പോവാ, നമുക്ക് ആ കോളനി വരെ ഒന്ന് പോവാം. താനാ പൈസ അടിച്ച് വണ്ടി എടുത്തിട്ട് പോടാം. സാർ, ഞാൻ ഏത്തിട്ടു. എപ്പോ? ഞങ്ങളാരും കണ്ടില്ലല്ലോ. സാറ് കണ്ടു? സുധി കണ്ടോടോ താൻ? ഇല്ല സാറേ. സാറേ, കോളനി കേസ് ഭയങ്കര തലവേദന. താനേ ഇനി സ്റ്റേഷനിലേക്ക് വാ, വണ്ടി കടന്നുണ്ടോ? സാറ്, വണ്ടികളൊക്കെ സ്റ്റേഷനിലേക്ക് ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക്